കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വന്റ് ടോക്സിലെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ കടന്നു വരുന്നു. അതായത് ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ, ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസം നമ്മളെ യോജിപ്പിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാപം ചെയ്താലും കൃപയിൽ ജീവിച്ചാലും, എത്ര പ്രശ്നത്തിലാണെങ്കിലും, എത്ര ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാലും ദൈവം എന്ത് ചെയ്യും? സ്നേഹിക്കും. ദൈവത്തിന് അറിയുന്ന കാര്യം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വലിയൊരു അനുഗ്രഹമാണ്, കരുണയാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം ലോകത്തിലേക്ക് രക്ഷകനെ അയച്ചു. അപ്പോൾ ഈശോ ആരാ? ഇഫ് ഗോഡ് ഈസ് ലവ്, അല്ലെ ദൈവം സ്നേഹമാണെങ്കിൽ ഈശോ ആരാ? ഈ സ്നേഹത്തെ ദൈവത്തിൽ നിന്നും ഓരോ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറക്കി നമുക്ക് തരുന്ന വ്യക്തിയാണ് ഈശോ. അതായത് ജീസസ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു നമുക്ക് നൽകുന്നു. അപ്പം എന്നെയും നമ്മൾ ഓരോ വ്യക്തിയെയും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ, അല്ലെ ദൈവത്തിലേക്ക് എത്തിക്കാനാണ് ദൈവസ്നേഹം. നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ, ദൈവസ്നേഹം വന്നിച്ചിടാം, വാക്കുകൾ പോരാം. വാക്കുകളില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി. മൂന്നാമത്തെ കാര്യം, അത് ഇത്രേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു നോയമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരും നശിച്ചു പോകുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ യോജിപ്പിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലം ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി, ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.